ഹായ്, എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അതിൽ നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമുക്ക് ചെറിയൊരു സ്പെഷ്യലുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മുടെ നാട്ടിൽ എൻ്റെ വീട് ചുനക്കരയാണ്, അതായത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുനക്കര എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ചുനക്കര മഹാദേവൻ്റെ സ്വയംഭൂ മഹാദേവൻ്റെ തൃക്കൊടിയേറ്റാണ് ഇന്ന് വരുന്ന ദിവസം. അപ്പോൾ അതിന് നമുക്ക് അമ്പലത്തിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ, അതായത് കൊടിയേറ്റ് സദ്യ എന്ന് പറയും ഇവിടെ. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ്. നമുക്കൊന്ന് പോട്ടെ എന്നാലോ. ബൈ. അങ്ങനെ നമ്മളിതേ പതുക്കെ എത്തി, പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചെറിയൊരു കാവുണ്ട്, കണ്ടില്ലേ? ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കളിക്കണ്ടം വരുന്നത്. അവിടെയാണ് നമ്മുടെ എപ്പോഴും എല്ലാ പ്രാവശ്യം നമ്മുടെ ഉത്സവം നടക്കുന്ന അവിടെയാണ്. അത് അമ്പലത്തിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടാണ് അതിന് വരുന്നത്. ഇതാണ് കളിക്കണ്ടം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. അപ്പുറത്തും ഇതേപോലെ സൈഡിൽ ഇതേപോലെ കണ്ടമുണ്ട്. അവിടെയാണ് നമുക്ക് എപ്പോഴും നാരങ്ങ വെള്ളം അതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും, എന്നാലും കൂടുതൽ അവിടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ തിരക്കാവുമെന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും അച്ഛനുമായിരുന്നു ഞങ്ങളെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അമ്മയെ ഓൾറെഡി നേരത്തെ കൊണ്ടുവിട്ടു. അപ്പോൾ അമ്പലത്തിനകമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, കുറേ നാളായിട്ടുണ്ടാവും. അങ്ങനെ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇപ്പോഴേ ഇവിടെ കുറേ സ്റ്റോൾ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് ഉത്സവത്തിൻ്റെ ദിനങ്ങളാണല്ലോ, അപ്പോൾ കുറേ സ്റ്റോളൊക്കെ നടന്നു. ഞാൻ ഇവിടെ എത്തി. നല്ല ക്യൂ ആണ്. നോക്കുമ്പോൾ അങ്ങ് അറ്റം പുറകെ വരെ നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ നിന്ന് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എൻ്റെ ഒരു സൈഡ് വ്യൂ കണ്ടിട്ട് വരാവേ. അപ്പോൾ ഞാൻ അവരെ നിർത്തിയിട്ട് ഇത് അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ ആണ് വരുന്നത്. ഇങ്ങോട്ട് പോകുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പോകുമ്പോൾ ഒരു സൈഡ് വ്യൂ തന്നെയാണ്. പക്ഷെ എന്നാൽ ഫ്രണ്ടിൽ നമ്മൾ കയറുന്നിടം ഇതുവഴിയാണ് അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലോട്ട് കയറി പോകുന്നത്. ഇത് താൽക്കാലിക കൊടിമരമാണ്. ഇപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രാവശ്യം ഇങ്ങനെയാണ്. ഏപ്രിൽ സ്വർണ്ണ കൊടിമരം വരും. അങ്ങനെ ഒരു മണിക്കൂർ പോലത്തെ ക്യൂവിന് ശേഷം നമുക്ക് ഒരു സീറ്റ് കെട്ടിയേക്കുവാണ്. നമ്മൾ കയറുകയാണ്. ലാസ്റ്റായിരുന്നു നമ്മുടെ പന്തി വന്നത്. ഇപ്പം കറിയൊക്കെ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ കിട്ടിയ സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് അവിടെ നിന്ന് വരുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്കും ചോറ് വന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കറിയായിരുന്നു ഉണ്ടായിരുന്നത്, അത് വന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാമ്പാർ കൂട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഥമനായിരുന്നു. ലാസ്റ്റ് പുളിശ്ശേരി വന്നു. അപ്പോഴത്തേക്ക് ചോറ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കൈയൊക്കെ കഴുകി ഇറങ്ങിയപ്പോൾ ഈ ആളെ കണ്ടത്. അടുത്ത് പോകുന്ന കണ്ടിട്ട് ഇവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. ടാറ്റാ.